മാഞ്ചസ്റ്റർ സിറ്റിയുടെ കഷ്ടകാലം അവസാനിക്കുന്നില്ല. ഇന്ന് നടന്ന മത്സരത്തിൽ എവർട്ടനെതിരെയും അവർക്ക് റിസൾട്ടില്ല. 1-1 റിസൾട്ടിലാണ് അവർ ഇന്നത്തെ മത്സരം പിരിഞ്ഞത്. എവർട്ടനുമായിട്ടായിരുന്നു മത്സരം. ഒരു ഗോളിന് മുന്നിൽ നിന്നതിന് ശേഷവും, ബെർണാർഡോ സിൽവയുടെ ഒരു ഗോളിന് മുന്നിൽ നിന്നതിന് ശേഷവും അവർക്ക് ആ ഒരു മത്സരത്തിൽ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഒരു മത്സരത്തിലെ റിസൾട്ട് നേടാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒരു ഗോൾ തിരിച്ചു വാങ്ങി 1-1 സമനിലയിൽ ആ ഒരു മത്സരവും പെപ്പ് ഗാർഡിയോള നിരാശപ്പെടുത്തി. എർലിംഗ് ഹാലൻഡിന് കിട്ടിയ ഒരു പെനാൽറ്റിക്കും അദ്ദേഹം നഷ്ടപ്പെടുത്തി. എല്ലാം കൊണ്ടും പെപ്പ് ഗാർഡിയോളക്ക് ഇതൊരു ബെസ്റ്റ് സമയമല്ല എന്നുള്ളത് തന്നെയാണ്. തലമ ചൊറിഞ്ഞ് അദ്ദേഹം ഒരു ഭാഗത്തായിട്ടുണ്ട് ആൾറെഡി. കാരണം അവസാനത്തെ 13 മത്സരങ്ങളുടെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ 13 മത്സരങ്ങളിൽ 9 തോൽവിയാണ് ഒരു ടീം. ഒരു ലോകോത്തര പരിശീലകൻ്റെ ടീം. അത്രയും ചെറിയ താരങ്ങളൊന്നും, ചെറിയ താരങ്ങൾ മീൻസ് പേരുകേട്ട താരങ്ങൾ തന്നെയാണ്. ഇപ്പോഴും 1-2 താരങ്ങൾ, ഫോർഡന്, റോഡ്രി പോലെ താരങ്ങൾ പുറത്താണ് എങ്കിൽ പോലും ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും മോശമായ രീതിയിൽ പെർഫോം ചെയ്യേണ്ട ഒരു സ്ക്വാഡൊന്നല്ല ഇവരില്ലെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റി 13 അവസാനത്തെ കണക്കെടുത്ത 13 മത്സരങ്ങളിൽ നിന്ന് 9 തോൽവികളും 3 സമനിലകളും 1 വിജയവും. അവസാന 13 മത്സരങ്ങളിൽ ഒരു ലോകോത്തര പരിശീലകൻ്റെ ടീമിന് 1 വിജയം. 1-1 സ്കോറിൽ വീണ്ടും റിസൾട്ടില്ലാതെ അവർ കളം വിട്ടു. ഹാലൻഡിന് കിട്ടിയ പെനാൽറ്റി നഷ്ടപ്പെടുത്തി. ഏതായാലും എന്തെന്നെ ചെയ്തിട്ടും പെപ്പിന് അങ്ങോട്ട് മെന വരുന്നില്ല. ടീമിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്.